വിശുദ്ധ റമദാനിൽ ലഹരിവിരുദ്ധ പോരാട്ടത്തിന് തുടക്കം കുറിച്ച യൂത്ത് ലീഗ് നൈറ്റ് മാർച്ചുകളും ജാഗ്രതാ സമിതികളുടെ രൂപീകരണവും ഉൾപ്പെടെ നിരവധി പരിപാടികൾ യൂത്ത് ലീഗ് പദ്ധതിയിട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നോമ്പുതുറയ്ക്കുള്ള ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഈ പരിപാടിയും ഉദ്ഘാടനം ചെയ്തു. വി.എസ്. രഞ്ജിത്ത് നൽകും വിവരങ്ങൾ. വിശുദ്ധ റമളാൻ മാസത്തിൽ CH സെന്റർ നടത്തിവരുന്ന വളരെ വർഷങ്ങളായി 22 വർഷമായി നടത്തിവരുന്ന ഈ അത്താഴത്തിന്റെയും നോമ്പുതുറയുടെയും വിഭവങ്ങളുടെ വിതരണ സ്ഥലത്താണുള്ളത്. മുനവർ അലി ശിഹാബ് തങ്ങളും ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്നോടൊപ്പം ഉണ്ട്. ഇത് വളരെ കാലമായിട്ട് നടത്തിവരുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ. 24 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഈ മെഡിക്കൽ കോളേജിൽ വരുന്ന വളരെ നിർധരരായ രോഗികൾ, അവർ റമദാൻ മാസത്തിൽ കൂടെ ഇരിക്കുന്നവരൊക്കെ നോമ്പ് നോക്കാനും അതുപോലെ തുറക്കാനൊക്കെ പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭം, ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് സൗജന്യമായിക്കൊണ്ട് CH സെൻ്റർ തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു ദൗത്യം, ഇത് ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, നിരവധി ആളുകൾ, 1000-ലധികം ആളുകൾ ഇവിടെ ക്യൂ നിന്ന് അത്രയും ആവശ്യകത ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് നമ്മൾ CH സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ റസാഖ് മാഷിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ ഇവിടെ ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളത്. ഒരു ആത്മീയമായ ഔന്നത്യമുള്ള മാസമാണല്ലോ. നല്ല കാര്യങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ഇപ്പോൾ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ലഹരി വിരുദ്ധ പോരാട്ടത്തിൻ്റെ പാതയിലാണ്. യൂത്ത് ലീഗും ആ പാതയിലാണെന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് കേരളത്തിൻ്റെ യുവതലമുറയോട് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി ഇന്ന് യുവാക്കളിൽ കണ്ടുവരുന്ന ലഹരി ഉപയോഗമാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു സാമൂഹ്യ വിപത്ത്, ഇത് ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഈ വ്രത മാസത്തിൽ നമുക്ക് അതിനെതിരെയുള്ള ഒരു പോരാട്ടം, പ്രത്യേകിച്ച് യൂത്ത് ലീഗ് വളരെ ശക്തമായ രീതിയിലുള്ള ക്യാമ്പയിനിങ് ആരംഭിക്കാൻ പോവുകയാണ്. സർക്കാർ ഉറങ്ങിക്കിടക്കുന്ന സർക്കാരിനെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നൈറ്റ് അലർട്ട് എന്നുള്ള പേരിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, എല്ലാ പഞ്ചായത്തുകളിലും ഇവിടെ ഒരു സമിതി രൂപീകരിക്കുകയാണ്, ഒരു ജാഗ്രതാ സമിതി, ഒരു സ്ക്വാഡ് പോലെ. അതൊക്കെ നമ്മൾ എവിടെയൊക്കെ ആരെങ്കിലും ലഹരി കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെയുള്ള മോണിറ്റർ ചെയ്തുകൊണ്ട് ഇതൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ ശക്തമായ രീതിയിൽ ചെയ്യേണ്ട ഒന്നാണ്. അതിന് എല്ലാവരുടെയും സപ്പോർട്ട്, രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും അതുപോലെ തന്നെ സർക്കാരും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും എല്ലാവരുടെയും ഉള്ള ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയാണ് നമുക്കിതിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്വം അത് യൂത്ത് ലീഗ് കൂടി ഏറ്റെടുക്കുകയാണ്. ഈ വിശുദ്ധ റമളാൻ മാസത്തിൽ ഈ പറയുന്ന നോമ്പുതുറ പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിജേഷ് അമ്പാടിക്കൊപ്പം V.S. രഞ്ജിത്ത്, റിപ്പോർട്ടർ.